മക്കളെ, ഇന്ന് അമ്മ ഇവിടെ തയ്യാറാക്കുന്നത് നാരങ്ങാച്ചാറാണ്. എണ്ണയും വിനാഗിരിയും ചേർക്കാത്ത നാരങ്ങാച്ചാർ. മക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ജെ റെസിപ്പിയിലേക്ക് സ്വാഗതം. നാരങ്ങാച്ചാറിന് വേണ്ടി നാരങ്ങ നമ്മൾ വാങ്ങുമ്പോൾ നല്ല പഴുത്ത ഉരുണ്ട നല്ല നാരങ്ങ മേടിക്കണം. പഴുത്തതല്ലെങ്കിൽ കയ്പുണ്ടാകും. അതുകൊണ്ടാണ് പച്ച മേടിക്കരുത്, പഴുത്തത് മാത്രം വാങ്ങിക്കണം. ആദ്യമായി നമുക്കിത് കഴുകി വൃത്തിയാക്കി വെള്ളമയമില്ലാതെ അധികം വൃത്തിയായിട്ട് കഴുകാം. വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. പഴുത്ത നാരങ്ങ എന്ന് കണ്ടാൽ നല്ല മഞ്ഞ നിറത്തിൽ പഴുത്തതായിരിക്കും. പച്ച നാരങ്ങ പച്ചിച്ചിരിക്കും. അതുകൊണ്ട് നല്ല പഴുത്ത നാരങ്ങ വേണം അച്ചാറിന് വാങ്ങാൻ. ഇതിനകത്ത് കുടഞ്ഞിടാം. എന്നിട്ട് ഈ പാത്രം നല്ല രീതിയിൽ തുടച്ച് വെള്ളമയമില്ലാത്ത വിധത്തിൽ തുടച്ചെടുക്കണം. വെള്ളമയം ഒട്ടും കാണരുത്. നാരങ്ങ ഓരോന്നും വെള്ളമയമില്ലാതെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. വെള്ളമയം ഉണ്ടായാൽ പൂക്കും, അത് പാടില്ല. അതിനാൽ വെള്ളമയം എല്ലാം കളഞ്ഞുണക്കി തൂത്ത് വൃത്തിയാക്കി എടുക്കണം. നല്ല വെള്ള തുണി കൊണ്ട് വേണം ഇതിനെ തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ. വെള്ളമെല്ലാം തോന്നും. നല്ലതായിട്ട് തോർന്നിരിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 20 നാരങ്ങ എടുത്ത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഉപ്പ്, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി. പിന്നെ വറക്കാൻ വേണ്ടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, 3 പച്ചമുളക്, 2 നാരങ്ങ നീരെടുക്കാൻ വേണ്ടി ഒടുവിൽ. ആദ്യമായി നമുക്ക് ഈ ചീൻചട്ടി ചൂടാകുമ്പോൾ നാരങ്ങ പെറുക്കിയിട്ട് ഇതിൻ്റെ കറയും കയ്പും കളയാൻ വേണ്ടി വാട്ടിയെടുക്കണം. അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ എത്ര ആയാലും വെള്ളമയം ഇരിക്കും. അതിൽ നല്ലത് നമുക്ക് ഇതിങ്ങനെ വാട്ടിയെടുക്കുന്നതാണ്. ഇതിൻ്റെ കറയും ചീറ്റിപ്പോകും, ആ കയ്പും മാറും. ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. വെള്ളമയമില്ലാതെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് ഒരു വർഷത്തോളം കൂടുതലിരിക്കും. എത്ര നാൾ വേണമെങ്കിലും ഇതിരിക്കും. കേടില്ലാതെ സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ കറ ഇറങ്ങി തുടങ്ങി. നല്ലോണം ഇത് വാടുന്നിടം വരെ നമുക്ക്, വലുതായിട്ട് വാടണ്ട, ഒരുവിധം തൊലി വാടുന്നിടം വരെ നമുക്ക് വഴറ്റണം. ഇങ്ങനെ വാടി കഴിയുമ്പം നമുക്ക് ഇതെടുത്ത് വെക്കാം. എടുത്ത് തണുത്തിട്ട് വരിഞ്ഞാൽ മതി. വാടി നല്ലവണ്ണം കറയും പോയി കയ്പും മാറും. ഇത് കറയെല്ലാം പോയി ചീഞ്ചട്ടിക്കകത്ത് കിടക്കുന്നുണ്ടോ? നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കാം. നാരങ്ങയുടെ കറയാണ് ഈ ചീഞ്ചട്ടി മൊത്തം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിക്കത്തില്ല, കറുപ്പ് മാറിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഈ നാരങ്ങയെല്ലാം കറയെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയെല്ലാം അരിഞ്ഞെടുക്കാം. ഒരു 3 ഇതിനെ ഒടിവയ്ക്കാം.
എല്ലാ നാരങ്ങയും വാടിയിട്ടുണ്ട്. വലുതായിട്ടുള്ള അരിയൊക്കെ നമുക്കെടുത്ത് കളയണം. അരി കളയാമെങ്കിൽ കയ്പ്പ് വരത്തില്ല. ഈ നാരങ്ങയെ പറ്റി ഒരു കടങ്കഥയുണ്ട്. അമ്മയത് പറയാം. മീനുത്തുരുണ്ടിരിക്കുമെൻ മരതകമേനി തനിത്തങ്ക നിറമായി വരുമങ്ങൊടുക്കം ഒരുവനെ മാനിക്കുവാനുടനെ ഞാൻ വേണം ഒരു നല്ല മാല ഓർക്കാനിടയ്ക്കെന്നെ വേണം പെരിയ ദാഹത്തെയും അരുചിയെ മാറ്റാം പറയുവിനെൻ്റെ നാമം ചുണയുള്ളോരെങ്കിൽ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി രണ്ടോ മൂന്നോ ആയിട്ട് കഷ്ണിച്ചിടുന്ന നല്ല വേഗം തന്നെ വാട്ടിയെടുക്കാൻ. ഇഞ്ചിയും അതേ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഇത് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ വേണ്ടത് 2 നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് വെക്കണം. കാരണം നമ്മുടെ അരപ്പിനകത്ത് ചേർക്കാൻ. അരപ്പിനകത്ത് ചേർത്താലേ അത് കേടില്ലാതെ വർഷങ്ങളോളം ഇരുന്നോളും. നാരങ്ങ നീര് നമ്മുടെ നാരങ്ങ അച്ചാറ് തയ്യാറാക്കാം. ആദ്യമായി 3 സ്പൂണ് ഉപ്പ് ഇട്ട് വറക്കുക. ഉപ്പ് വറുത്ത് ബ്രൗൺ നിറമാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇടാം. ഉപ്പ് നല്ലോണം മൂക്കട്ടെ. ചിലരാണെങ്കിൽ ഉപ്പ് കല്ലെടുത്ത് കലക്കി വെള്ളം ഒഴിച്ച് ആ വെള്ളം പറ്റിച്ചെടുത്ത് ഉപ്പാക്കും. ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഉപ്പ് വറുത്ത് റെഡിയായി. ഇനി അതിൽ നമുക്ക് വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി, പച്ചമുളക് 3 പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് വറക്കാം. ഇത്രയും സാധനം വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് മസാലകൾ ചേർക്കാം. ഒരു 3.5 സ്പൂണ് മുളക് പൊടി ചേർക്കാം. 1 2 3 3.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉലുവാപ്പൊടി നാരങ്ങയ്ക്ക് നല്ലതാണ്. 1 സ്പൂണ് ചെറിയ സ്പൂണിന് 1 സ്പൂണ് ഉലുവാപ്പൊടി, ഇതിനൊരു സ്പൂണ് കായപ്പൊടി. ഇതൊന്നുകൂടെ ചൂടാക്കാൻ അങ്ങോട്ട് വെക്കാം ചീനിച്ചട്ടി. മുളകൊന്ന് ചൂടാകണ്ടേ, അതിന് വേണ്ടി. മുളക് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് 2 നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. നാരങ്ങ നീര് ഒഴിച്ചതിനെ ഒന്ന് ചാലിക്കാം. 2 നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് അതിനെ ഒന്ന് ചിരട്ടാം. അതിനുശേഷം ഇറക്കി വെക്കാം. 2 നാരങ്ങയുടെ നീരൊഴിച്ച്, നാരങ്ങ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ നീരൊഴിക്കുന്നത്. വിനാഗിരി ചേർക്കുന്നില്ല, എണ്ണ ചേർക്കുന്നില്ല.
ഈ മുളകെല്ലാം റെഡി ആയിരിക്കുന്നതുകൊണ്ട് നമുക്കിതിനകത്തോട്ട് നമ്മുടെ നാരങ്ങയെ ഇടാം. എണ്ണയും വിനാഗിരിയും ചേർക്കാത്ത നാരങ്ങ അച്ചാർ തയ്യാറായി. അത് കഴിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ നാരങ്ങയുടെ കുരു കൂടുതലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് എണ്ണയില്ലാത്തതിനാലും വിനാഗിരി ഒഴിക്കാത്തതിനാലും ഇത് ഒലിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെളിനാട്ടിൽ പോകുമ്പോൾ കൊടുത്തു വിടാനും എല്ലാം പറ്റിയതാണ്. 10-15 ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറന്ന് കുപ്പികളിൽ ആക്കി വെച്ചാൽ 10-15 ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് എടുക്കാവൂ. 1 വർഷത്തോളം ഇരിക്കും. ഇത് സൂക്ഷിച്ചെടുക്കണം. കുപ്പി ഭരണികളിലെ അല്ലെങ്കിൽ മറ്റുള്ള ഭരണിയിലോ ഇത് ഉപയോഗിക്കാൻ എടുത്ത് വെക്കാവൂ. നല്ലവണ്ണം കുപ്പിയുടെ വായ അടച്ച് വെക്കണം. കാറ്റ് കയറരുത്. നമ്മുടെ നാരങ്ങ അച്ചാർ തയ്യാറായി. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇത് വർഷങ്ങളോളം ഇരുന്നാലും കേടുവരത്തില്ല. മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.